മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ SCBZ എക്സ്ട്രീമാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കണേ, നല്ല ലൈൻഡറാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കേട്ടോ. വീലിൻ്റെ ഡാംപർ സെറ്റൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, റബ്ബറൊന്നും കുഴപ്പമില്ല. ടയറിൻ്റെ കണ്ടീഷനും ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, നല്ല പ്രശ്നങ്ങളൊന്നുമില്ല. ഏറെക്കുറെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ ഓവറായിട്ട് ലൂസായി പോയേക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാസത്തിലൊരിക്കൽ തന്നെയും ചെയിൻ കറക്റ്റ് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുകയും അത് ചെയിൻ ഓയിലിംഗ് ഒക്കെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതല്ലെങ്കിൽ ചെയിൻ ഫുള്ള് ഡ്രൈ ആയിട്ട് ഓടുന്ന സമയത്ത് എന്ത് പറ്റുന്നത്, ചെയിൻ പെട്ടെന്ന് ലൂസായി പോകും, ഓവർലാപ്പിംഗ് വരും, ചെയിൻ്റെ ലൈഫ് കുറയും. അതായത് ഓൾറെഡി നമ്മൾ നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ നല്ല ലെങ്ത്തുള്ള മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ആവറേജ് ഓട്ടം ഉണ്ടെങ്കിൽ ലൂസാവും, ഏകദേശം ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളൊന്ന് കയറ്റി ചെയിൻ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓയിൽ കൊടുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ മാക്സിമം ലൈഫ് ഉപയോഗിക്കാൻ കിട്ടും. ഒന്നാമത് നമുക്ക് ഈ മോഡലിന് ലൈഫ് കുറവായിരിക്കും, ലെങ്ത്തുള്ള മോഡലായതുകൊണ്ടും എൻജിൻ കപ്പാസിറ്റി കൂടുതലുള്ളതുകൊണ്ടും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടിയും ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഇത് മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല, പക്ഷേ ഇങ്ങനെ ലൂസായി കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ചെയിൻ എന്തെങ്കിലും പോകും. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഏറ്റവും അടിയിൽ മുട്ടിയാണ് കിടക്കുന്നത്. കാരണം ഞാൻ ഓവർലാപ്പിംഗ് തന്നെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഇത് തന്നെ ചെയിനെ ബാധിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാസം കഴിയുമ്പോഴൊക്കെ 1000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ കയറ്റിയിട്ട് ചെയിൻ ഒന്ന് ചെക്ക് ചെയ്യണം. അടിക്കാൻ നോക്കി വെക്കണ്ട, അല്ലാണ്ട് തന്നെ കയറ്റി ടൈറ്റ് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനായാലും ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രാക്കറ്റ് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. പാഡൊക്കെ അത്യാവശ്യം നല്ല പാഡാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പാഡാണ്, ഉപയോഗിക്കാം. ബ്രാക്കറ്റ് ആയാലും അഴിച്ച് ഗ്രീസിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്, വർക്കിംഗ് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പുതിയ പാഡ് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ പ്ലഗ് മാറ്റിയേക്കണതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ ഈ പോയിന്റിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം അത് എന്താ പറയുക, കാര്യമായിട്ടുള്ള കയറ്റിയെന്നൊന്നും പറയാനില്ല കേട്ടോ, മൈലേജൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ ബാറ്ററിയുടെ ഭാഗമായാലും നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കണം, ആമറോണിൻ്റെ പുതിയ ബാറ്ററിയാണ്, വാറണ്ടിയിലുള്ളതാണ്. എങ്കിൽ കൂടി സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. വോൾട്ട് നോക്കുമ്പോൾ 12.95 വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റാറ്റസിനകത്ത് കാണിക്കും. നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്ന വർക്കുകൾ. അപ്പോൾ വേറെ കാര്യമായിട്ടുള്ള വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ചെയിൻ അടിക്കണ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഗിയറിൻ്റെ ടൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു, പക്ഷേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോഴും ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു. വേറെ പറയത്തക്ക ഒരു കംപ്ലയിൻ്റ് ഒന്നും പറയാം നമുക്ക്. അപ്പോൾ ഗിയർ വീഴുന്നതിന് അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊന്നും കാണുന്നില്ല, കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല എന്തായാലും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗിയർ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ലോഡ് കൊടുക്കണതിൽ എന്തെങ്കിലും വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലും ആവാം. പ്രത്യക്ഷത്തിൽ ടെക്നിക്കലി നോക്കുമ്പോൾ ഗിയർ വീഴുന്നതിനൊന്നും യാതൊരു പ്രോബ്ലം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസ് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സർവീസിൻ്റേതായിട്ടുള്ള സ്പെയർ പാർട്സ് ആയാലും എല്ലാ അതിൻ്റെ ലേബർ ചാർജിൻ്റെ ആയാലും പാർട്സുകളുടെ ആയാലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വാട്സാപ്പിൻ്റെ കാറ്റലോഗിനകത്ത് ഓൾറെഡി ഉണ്ട്, ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം. അപ്പോൾ അതൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഏത് വർക്കിൻ്റെ ആയാലും അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ പാർട്സുകളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, സർവീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും, എസ്റ്റിമേറ്റ് ഏകദേശം നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതിനോട് സ്പെഷ്യൽ സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും അതിനകത്ത് ചെയ്തിട്ടേക്കാം, അത് കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതൊന്ന് നോക്കിക്കോ. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ രീതികളൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഓക്കെ.